ഹായ് ഹലോ എല്ലാവർക്കും അപ്പൊ നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് +1 നമ്മുടെ സുവോളജിയുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. നമ്മളിപ്പോ പല വീഡിയോസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സസ്, അതായത് ഒരുപാട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാവരും അതൊക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് ടോപ്പിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്നതാണ് ടീച്ചർ വിചാരിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലേക്ക്, നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, നല്ല സിമ്പിളും ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് എന്തായാലും ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്, പക്ഷെ ഇതെന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ എന്തായാലും എന്റെ മക്കളെല്ലാവരും വീഡിയോ കഴിയുന്നതുവരെ നല്ല കുട്ടികളായിട്ട് ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പോ ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ എയർ ട്രാക്ട്. അതായത് എയർ ട്രാക്റ്റിലൂടെ, എയർ കടന്നു പോകുന്ന വഴിയെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് എയർ ട്രാക്ട് എന്ന് പറയുന്നത് അല്ലെ. ഈ എയർ ട്രാക്റ്റിലൂടെ എയർ കടന്നു പോകുന്ന ആ ഫ്ലോ ചാർട്ട്, ആ എയർ ട്രാക്റ്റിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് എയർ ഉള്ളിലേക്ക്, വായു ഉള്ളിലേക്ക് കടക്കുന്നത് ഏത് വഴിയാണ്? നമ്മുടെ മൂക്ക് വഴിയാണ് അല്ലെ. മൂക്കിന്റെ 2 ഓപ്പണിങ്സ് ഉണ്ട്. ആ 2 ഓപ്പണിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എന്ന് പറയും. ഈ നോസ്ട്രിൽസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് വായു കടക്കുന്നത് അല്ലെ. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കഴിഞ്ഞു വരുന്ന ഈ ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത് നാസൽ പാസേജ് എന്ന് പറയുന്നത്. നാസൽ പാസേജ് പിന്നെ എവിടേക്ക് ഓപ്പൺ ചെയ്യും? നാസൽ ചേംബറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ചെയ്യുന്നുണ്ട്. നേസൽ ചേംബർ പിന്നെ എവിടേക്കാണ്? നമ്മുടെ ഫാരിങ്സ്, നമുക്കറിയാം അല്ലെ. നമ്മുടെ ഉള്ളിൽ ഒരു ഭാഗമുണ്ട് അല്ലെ, നമ്മുടെ വായ 2, അതായത് ഈ അന്നനാളവും വിൻ പൈപ്പ്, അതായത് മൂക്കൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം തുറക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാരിൻസ് എന്ന് പറയുന്നത്. ഫാരിൻസ് കഴിഞ്ഞാൽ എന്തുണ്ട്? ഗ്ലോട്ടിസ് ഉണ്ട് അല്ലെ. ഗ്ലോട്ടിസ് അതായത് ഈ ലാരിൻസിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗം. നമുക്കറിയാം, ഈ ഫാരിൻസിന്റെ അവിടെ നിന്നാണ് 2 കുഴലും തുടങ്ങുന്നത്. ഏതൊക്കെയാണ് 2 കുഴലുകൾ? നമ്മുടെ ഫുഡ് പൈപ്പും ഉണ്ട്, വിൻ പൈപ്പും ഉണ്ട് അല്ലെ. അതായത് ട്രക്കിയും ഉണ്ട്. അതായത് 2 ഭാഗങ്ങളുണ്ട്. അപ്പോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കുഴലും തുറന്നാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ലാരിൻസിലേക്ക് അല്ലെങ്കിൽ ട്രക്കിയുടെ ഉള്ളിലേക്ക് കടക്കാം അല്ലെ, കടന്നൂടെ. അപ്പോ അത് കടക്കാതിരിക്കാനായിട്ട് അവിടെ എന്തുണ്ട്? ഒരു ഫ്ലാപ്പ് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്തെ അടച്ചു വെക്കാനായിട്ട് എന്തുണ്ട്? ഒരു ഭാഗമുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. അപ്പോ ഈ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? നോക്കിയേ, ഈ ഒരു ഓപ്പണിംഗ്, അതായത് ലാരിൻസിലേക്ക്, ഇത് ഫുഡ് പൈപ്പ്, ഇത് ഫുഡ് പൈപ്പ്, ഇതാണ് നമ്മുടെ വിൻ പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയുന്നത് വിൻ പൈപ്പ്. ഇവിടെ നോക്കി, ഇതിന്റെ ഓപ്പണിങ്, ഈ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഗ്ലോട്ടിസ് കഴിഞ്ഞ് വരുന്ന തൊട്ട താഴെ എന്തുണ്ടാവും? ലാരിൻസ് ഉണ്ടാവും, അതായത് സൗണ്ട് ബോക്സ്. ലാരിൻസ് ഉണ്ട്. നമ്മുടെ ഗ്ലോട്ടിസിന്റെ താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു? ലാരിൻസ്, സൗണ്ട് ബോക്സ് കാണപ്പെടുന്നു. ലാരിൻസ് കഴിഞ്ഞാൽ ട്രക്കിയ, പിന്നെ എന്താണ്? പ്രൈമറി ബ്രോങ്കസ് അല്ലെ. നമ്മൾ ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ, നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ലാരിൻസ് എന്ന് പറയണം. ലാരിൻസിന്റെ ഓപ്പണിംഗ് ഗ്ലോട്ടിസ് അല്ലേ. ലാരിൻസിന്റെ ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയാൻ? ഗ്ലോട്ടിസ് എന്ന് പറയാൻ. നമ്മൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. അതില്ലാതിരിക്കാൻ സഹായിക്കാൻ ഒരു അടപ്പുണ്ട് പറയും. ഗ്ലോട്ടിസിനെ അടയ്ക്കും. ഒരു മെമ്പറൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടപ്പ് പോലെ അടയ്ക്കുന്നുണ്ട്. ആ അടപ്പിനെയാണ് എന്ത് പറയുക? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോട്ടിസ് എന്ത് ചെയ്യാണ്? അതിനെ ഗാർഡ് ചെയ്ത് വെക്കുകയാണ്, കവർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ അതിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്ന മെമ്പറിനെ എന്ത് പറയും? എപ്പിഗ്ലോട്ടിസ്. അതിന്റെ താഴെ നോക്കി ലാരിൻസ്, അത് കഴിഞ്ഞ ട്രക്കിയ. ഈ ട്രക്കിയ പിന്നെ എന്ത് ചെയ്യണം? 2 ബ്രാഞ്ചസ് ആയിട്ട് നമ്മുടെ 2 ലെഗ്സിലേക്കും പോവുകയാണ്. അതിനെയാണ് നമ്മുടെ പ്രൈമറി ബ്രോങ്ക്യൂൾ എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നു. അത് സെക്കൻഡറി ബ്രോങ്ക്യൂൾസ് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെയും കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ബ്രാഞ്ചസ് ആയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ബ്രോങ്കി, സെക്കൻഡറി ബ്രോങ്കി, ടെർഷറി ബ്രോങ്കി ആൻഡ് ബ്രോങ്ക്യൂൾസ്, ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. ഏറ്റവും അത് കഴിഞ്ഞിട്ട് ഏറ്റവും മറ്റത് ടെർമിനൽ ബ്രോങ്കിയൽ, ഏറ്റവും ചെറുത്. ഇനി അത് ചെന്ന് അവസാനിക്കുന്ന ഭാഗം, അത് ചെന്ന് അവസാനിക്കുന്നത് ഏതിലേക്കായിരിക്കും? ആൽവിയോളയിലേക്കായിരിക്കും. ആൽവിയോളായി. ഈ പറഞ്ഞ ബ്രാഞ്ചസ് എല്ലാം, ടെർമിനൽ ബ്രാഞ്ചസ് ചെന്ന് അവസാനിക്കുന്ന ഭാഗം ഒരു ചെറിയ സഞ്ചി പോലെ, ഒരു ഉണ്ട പോലെയുള്ള സാധനങ്ങൾ കാണുന്നുണ്ട? ഒരു മുന്തിരിക്കൊല പോലെയുള്ള സാധനം, ഇതാണ്
ആ ആൽവിയോളൈ എന്ന് പറയുന്നത്. കണ്ട, എയർ ചെന്ന് അവസാനിക്കുന്ന ഭാഗം ഏതാണ്? ആൽവിയോളൈ. ഇതാണ് അപ്പൊ എയർ പാസേജ് എന്ന് പറഞ്ഞാൽ എഴുതട്ടം. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിക്ചറും ഇമ്പോർട്ടന്റ് ആണ്. പിക്ചറും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഭാഗങ്ങൾ നമ്മുടെ ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ. ഹാർട്ടിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ഏതാണ്? പെരികാർഡിയം എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മള്. അതേപോലെ ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് പറയും. എന്ന് പറയും പ്ലൂറ എന്ന് പറയും. ഈ പ്ലൂറ അതിനിടയിലുള്ള, അതായത് രണ്ട് മെംബ്രെയിൻസ് എന്ന് പറയും. ഈ പ്ലൂരൽ ഇടയിലുള്ളത് ഒരു ഫ്ലൂയിഡ് ആണ്, പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ രണ്ട് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് പറയുന്നത്. അതിനിടയിലുള്ള ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. അത് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്കൊരു മാപ്പ് പോലെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതെന്താണ് ചെയ്തിരിക്കുന്നത്? ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഇഫ് എനി മിസ്റ്റേക്ക് റീകൺസ്ട്രക്ട് ഇറ്റ്. ഇത് രണ്ടാമത് തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ്, എവിടെയാണ് തെറ്റ് നോക്ക്, ആലോചിച്ച് നോക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയ ലാരിൻസ് എന്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പിഗ്ലോട്ടിസ് ആണോ? ലാരിൻസിന്റെ ഓപ്പണിങ്ങിന് എപ്പിഗ്ലോട്ടിസ് ആണോ നമ്മൾ പറയാൻ? അല്ല അല്ലെ. ലാരിൻസിന്റെ ഓപ്പണിങ്ങിനെ എന്താ വിളിക്കുക? ഗ്ലോട്ടിസ് എന്നാ വിളിക്കുക. അപ്പൊ എന്താണ്? ലാരിൻസ്. ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ നമ്മുടെ ലാരിൻസിന്റെ ഓപ്പണിങ് ഏതായിരിക്കും? ലാരിൻസിന്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. ഇനി അപ്പോ ഗാർഡഡ് ബൈ, ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്ത് കാണുന്നത് ആരായിരിക്കും? ഗാർഡഡ് ബൈ ആരായിരിക്കും ഗാർഡ് ചെയ്ത് കാണപ്പെടുന്നത്? അവിടെയാണ് എന്ത് എഴുതേണ്ടത്? നമ്മുടെ എപ്പിഗ്ലോട്ടിസ്. ഇങ്ങനെയാണ് അവിടെ വരേണ്ടത്. അപ്പൊ അത് തെറ്റാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് വരയ്ക്കേണ്ടത് കേട്ടാ. ലാരിൻസിന്റെ ഓപ്പണിംഗ് എന്താണ്? ഗ്ലോട്ടിസും. ഗ്ലോട്ടിസിനെ കവർ ചെയ്തിരിക്കുന്ന ഗാർഡഡ് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ആണ് ഏതെന്ന് പറഞ്ഞാല് എപ്പിഗ്ലോട്ടിസം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. കഴിഞ്ഞു. അടുത്ത് നോക്കി, complete the flow chart showing the steps of respiration. റെസ്പിറേഷന്റെ ഫ്ലോ ചാർട്ട് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബ്രീത്തിങ്ങും റെസ്പിറേഷൻ തമ്മിൽ എന്താണ്? രണ്ടും രണ്ടാണ് അല്ലെ. എന്താണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ? ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് കളയുന്നതായ ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്? ബ്രീത്തിങ്. അതായത് ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കും, പുറത്തേക്ക് കളയുമല്ലോ. ആ പ്രോസസ്സാണ് എന്ത്? ബ്രീത്തിങ് എന്ന് പറഞ്ഞത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ അവയവങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സെല്ലുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഗ്യാസസ് എക്സ്ചേഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെസ്പിറേഷൻ. അപ്പൊ ആ റെസ്പിറേഷന്റെ ഫ്ലോ ചാർട്ടാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അവർ തന്നിട്ടുണ്ട് പൾമണറി വെന്റിലേഷൻ. അതിനെയാണ് ബ്രീത്തിങ്. അതായത് ഉള്ളിലേക്ക് എടുത്തു. ആ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്. അത് കഴിഞ്ഞിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കിയതേ? ബ്രീത്തിങ്, വെന്റിലേഷൻ. ബ്രീത്തിങ് കഴിഞ്ഞു. ബ്രീത്തിങ് കഴിഞ്ഞാൽ ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ലങ്സ്, ആൽവിയോളൈ ആൻഡ് ബ്ലഡ്. അതായത് ശരീരത്തിന് ഉള്ളിലേക്ക് എയർ കടന്നു കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തും? എയർ ട്രാക്ട് വഴി സഞ്ചരിച്ച് ലാസ്റ്റ് എന്ന് അവസാനിക്കുന്ന ഭാഗം ഏതാണ്? ആൽവിയോളൈ ആണെന്ന് പറഞ്ഞില്ലേ. ആൽവിയോളൈയിലേക്ക് എത്തി. അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ആൽവിയോളയും ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മുടെ ആൽവിയോളൈ ഇങ്ങോട്ട് സ്വീകരിക്കും. അവിടെ നിന്ന് ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ എവിടേക്ക് കൊടുക്കും? ബ്ലഡിലേക്ക് കൊടുക്കും. അതാണ് എക്സ്ചേഞ്ച്. അവിടെ എക്സ്ചേഞ്ച് നടന്നു. അതിനുശേഷം ഗ്യാസ് ട്രാൻസ്പോർട്ട്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് അല്ലെ. ഓക്സിജനെ കൊണ്ടുപോകണം, വേണ്ടേ? ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഗ്യാസ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അവിടെ ചെന്നിട്ട് ടിഷ്യൂസിൽ ചെന്നിട്ട് ഓക്സിജൻ എന്ത് ചെയ്യണം? കൊടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിങ്ങളുടെ ബ്ലഡ് സ്വീകരിക്കും. അപ്പൊ അതാണ് ഒരു എക്സ്ചേഞ്ച്. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം ആ പോയ ഓക്സിജൻ എന്ത് ചെയ്യും? സെല്ലുലാർ ഓർ ടിഷ്യൂ റെസ്പിറേഷൻ, ഉള്ളിൽ കിടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതാണ് സെല്ലുലാർ ഓർ ടിഷ്യൂ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റെസ്പിറേഷന്റെ ഫ്ലോ ചാർട്ട് എഴുതാൻ പറഞ്ഞാൽ. തെറ്റരുത്. ബ്രീത്തിങ്ങും റെസ്പിറേഷനും രണ്ടാണ്. ബ്രീത്തിങ് ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് കളയുന്ന പ്രോസസ്സൊക്കെയാണ് ബ്രീത്തിങ്. അവിടെ നിന്ന് കഴിഞ്ഞ് ഉള്ളിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് കേട്ടോ. ടിഷ്യൂസിനുള്ളിൽ നിന്ന് ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ആ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യാൻ പഠിക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. എന്താണ്? വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇതാണ് ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ. അറിയാലേ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ് ഇൻസ്പിറേഷൻ, പുറത്തേക്ക് കളയുന്ന പ്രോസസ് എന്തായിരിക്കും? എക്സ്പിറേഷൻ എന്ന് പറയും.
അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ് സ്റ്റെപ്പുകൾ, അതായത് ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എക്സ്പിരേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. നോക്കിയേ, ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. എന്താണ്? ഒന്ന് ഇൻസ്പിറേഷനും ഒന്ന് എന്താണ് എക്സ്പിരേഷൻ എന്ന് പറയും. ഇൻസ്പിറേഷൻ എന്താണ്? ആക്റ്റീവ് ഇൻടേക്ക് ഓഫ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ഇൻടു ലങ്സ്, അതായത് പുറത്തുള്ള എയറിനെ ഉള്ളിലേക്ക്, ലങ്സിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ് ആണ് ഇൻസ്പിരേഷൻ. അത് പുറത്തേക്ക് കളയുന്നത് എന്തായിരിക്കും? ലങ്സിൽ നിന്ന് അതിനെ പുറത്തേക്ക് കളയുന്നതിന് എക്സ്പിരേഷൻ എന്ന് പറയും. നമുക്ക് നോക്കാം, സ്റ്റെപ്പുകൾ നോക്കാം. ഇൻസ്പിരേഷനും എക്സ്പിരേഷനും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇൻസ്പിരേഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? നമ്മുടെ ഡയഫ്രമും എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യണം. ഡയഫ്രം നമുക്കറിയാം അല്ലെ, ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടാ, ഇതാണ് ഡോം ഷേപ്പിലുള്ള ഭാഗം, ഇതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ വാരിയലുകളുടെ ഇടയിലുള്ള മസിൽസിനാണ് എന്ത് പറയുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ്. ദ മസിൽസ് ബിറ്റ്വീൻ ദ റിബ്സിന്റെ ഇടയിലുള്ള മസിൽസിനാണ് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്പിരേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസും അതേപോലെ ഡയഫ്രംസും കോൺട്രാക്ട് ചെയ്യും. അതായത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റിബുകൾ, ഈ ഒരു ഭാഗത്ത് കണ്ട ഇവിടെ ഏരോ മുകളിലേക്കാണ് ഇട്ടേക്കണം, അതായത് റൈസ് ചെയ്യും. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ, നിങ്ങളത് ശ്വാസം എടുത്ത് നോക്കിയേ, നമ്മുടെ നെഞ്ചും കൂടി ഇവിടെ നിന്ന് ഉയരണ പോലെ നമുക്ക് തോന്നൂലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിബ്സ് എന്ത് ചെയ്യും? ഒന്ന് പൊന്തും, മുകളിലേക്ക് പൊന്തും. അതേപോലെ ഡയഫ്രം എന്ത് ചെയ്യും? താഴേക്ക് ഒന്ന് ഇങ്ങനെ ഡോം ഷേപ്പ്, ഇങ്ങനെ ഇരുന്ന നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യും? ഒന്ന് ഫ്ലാറ്റൻ ആവും, അതായത് ഒന്ന് ഫ്ലാറ്റൻ ആയിട്ട് മാറും, ഒന്ന് താഴേക്ക് എന്ത് ചെയ്യും? ഇരിക്കും, വരും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ്? ഡയഫ്രമും എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ എന്താണ് കൂടുന്നത്? തൊറാസിക് വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസസ്. ഇവിടെ അങ്ങോട്ട് കൂടിയില്ലേ? നമ്മുടെ ലങ്സ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് അമങ്ങിയിരിക്കായിരുന്നു അല്ലെ? അപ്പൊ ഇതിങ്ങനെ പൊന്തുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്പേസ് വരും അല്ലെ? അപ്പൊ വോളിയം എന്ത് ചെയ്യും? കൂടും. അതിന്റെ കൂടെ പൾമണറി വോളിയം ഇൻക്രീസ്, ലങ്സിന്റെ ഉള്ളിലത്തെ വോളിയം എന്ത് ചെയ്യും? ലങ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, അതിന്റെ ഉള്ളിലത്തെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വോളിയം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷറിന് എന്ത് സംഭവിക്കും? വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ വോളിയം കൂടിക്കഴിഞ്ഞാൽ ഇൻട്രാ പൾമണറി പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മുടെ ലങ്സിന്റെ ഉള്ളിലത്തെ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷർ എന്താ? അപ്പൊ അങ്ങനെയാവുമ്പോൾ എയർ എന്ത് സംഭവിക്കും? ഇപ്പൊ പുറത്തെ പ്രഷറാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ. നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്കാളും പ്രഷർ ഇപ്പൊ എവിടെയാണ് കൂടുതൽ? പുറത്താണ്. അപ്പൊ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വായു എന്ത് ചെയ്യും? സഞ്ചരിക്കും. അതായത് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉള്ളിലേക്ക് എന്ത് ചെയ്യും? കടക്കും. ഇതാണ് ഇൻസ്പിരേഷൻ നടക്കുക. അപ്പൊ ഇൻസ്പിരേഷൻ നടക്കുമ്പോ ഈ ഒരു പ്രോസസ്സാണ് പറയേണ്ടത്. അടുത്തതാണ് എക്സ്പിരേഷൻ. എക്സ്പിരേഷൻ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് കളയുന്ന പ്രോസസ് ആണ് അല്ലെ? അവിടെ എന്താ സംഭവിക്കുക? ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം എന്തെയും റിലാക്സ് ചെയ്യും. പിക്ചർ ഒന്ന് നോക്കിയതേ, റിലാക്സ് ചെയ്യും, അതായത് സാധാരണ രീതിയിലേക്ക് എത്തും. അപ്പൊ ആ റിബ്സ് നമ്മളെ ശ്വാസം എടുത്തിട്ട് ഒന്ന് വിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നെഞ്ചിന്റെ ഭാഗം ഒന്ന് താഴുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ? അതായത് നമ്മുടെ റിബ്സും അതേപോലെ ഡയഫ്രം, ഇങ്ങനെ ഇന്ന ഡയഫ്രം തിരിച്ച് എവിടേക്ക് വരും? ഡോം ഷേപ്പ്, തിരിച്ച് കർവ് ഷേപ്പിലേക്ക് വരും. അതേപോലെ നമ്മുടെ റിബ്സ് എന്ത് ചെയ്യും? ഒന്ന് താഴും. അപ്പൊ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും? ഒന്ന് ചുരുങ്ങും അല്ലെ? ലങ്സിന്റെ വോളിയം, അതായത് തൊറാസിക് വോളിയം എന്ത് ചെയ്യും? കുറയും. തൊറാക്സിക് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ ഉള്ളിലത്തെ വോളിയം എന്ത് ചെയ്യും? കുറയും. ലങ്സിന്റെ ഉള്ളിലെ വോളിയം എന്ത് ചെയ്യും? കുറയുന്നു. പൾമണറി വോളിയം കുറയും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രഷർ കൂടും അല്ലെ? ഇൻട്രാ പൾമണറി പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇപ്പൊ എവിടെയാണ് ഇൻക്രീസ്? നമ്മുടെ ലങ്സിന്റെ ഉള്ളിലാണ് പ്രഷർ കൂടുതൽ, പുറത്തേക്കാളും. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതലുള്ളടത്തുനിന്ന് പുറത്തേക്ക് പോകും അല്ലെ? കുറവുള്ളടത്തേക്ക് പോകും. അപ്പൊ ലങ്സിൽ നിന്ന് എയർ എവിടേക്ക് പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഇതാണ് എക്സ്പിരേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കുക കേട്ടാ. ഈ ചിത്രം നോക്കി വെക്കുക. അതെ, ഈ ഒരു പിക്ചർ നോക്കി വെക്കുക. ചിലപ്പോൾ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, ഏതാണ് ഇൻസ്പിരേഷൻ, ഏതാണ് എക്സ്പിരേഷൻ, അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, besides transporting of atmospheric air into the alveoli, conducting part of the respiratory system perform other functions. Mention any of two them. അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് അല്ലെങ്കിൽ ഭാഗത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയാം അല്ലെ? റെസ്പിറേറ്ററി ട്രാക്ട് ഏതാണ്? ഒന്ന് നമ്മുടെ എക്സ്ചേഞ്ചിങ് പാർട്ടും ഒന്ന് കണ്ടക്ടിങ് പാർട്ട്. രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് കണ്ടക്ടിങ് പാർട്ടും ഒന്ന് എക്സ്ചേഞ്ചിങ് പാർട്ടും. അങ്ങനെ രണ്ട് പാർട്ടുകളാണ് നമുക്കുള്ളത് നമ്മുടെ ട്രാക്റ്റിന്. എന്താണ്? രണ്ട് പാർട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കണ്ടക്ടിങ് പാർട്ടും ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം
ട്രാക്ട് അല്ല, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് രണ്ട് പാർട്ടുകൾ ഉണ്ട്. കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. കണ്ടക്ടിങ് പാർട്ടിന്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ എയർ ഇൻ ടു ദ ആൽവിയോളൈ. ആൽവിയോളൈക്ക് എന്ത് ചെയ്യുക, എയറിനെ കൊണ്ടെത്തിക്കുക. അതാണ് ഒന്നാമത്തെ പണി. അത് കൂടാതെ ബാക്കിയുള്ള പണികള് ഫംഗ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ ബാക്കി എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് നോക്കിയേ. ഒന്നാമത്തെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയർ എയർ ഇൻ ടു ദ ആൽവിയോളൈ. ആൽവിയോളൈക്ക് എന്ത് ചെയ്യുക, എയർ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ. അടുത്തത് ക്ലിയർ ഇറ്റ് ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. നമ്മുടെ എയർ, നമ്മൾ പുറത്തുനിന്ന് എയർ വരുമ്പോ അതിന് എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ നമ്മുടെ നേരെ ആൽവിയോളൈ ചെന്നാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇൻഫെക്ഷനും നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് ഈ പോകുന്ന വായുവിനെ, അതായത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോറിൻ പാർട്ടിക്കിൾസിനൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നുള്ള പണിയും കൂടെ ആരുടെയാണ്, കണ്ടക്ടിങ് പാർട്ടിന്റെ തന്നെയാണ്. ഇനി അടുത്ത നോക്കിയേ, ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ. പുറത്തുനിന്ന് വരുന്ന എയറില് കുറച്ച് നനവ് അല്ലെ, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വാട്ടറിന്റെ അംശം ഉണ്ടാക്കുക എന്നുള്ള പണിയും ആരുടെയാണ്, കണ്ടക്ടിങ് പാർട്ടിന്റെ തന്നെയാണ്. അതേപോലെ ബ്രിങ്സ് എയർ ടു ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും അല്ലെ, എയറിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും വ്യത്യാസം, കൂടുതലോ കുറവായിരിക്കാം. അതിനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഫംഗ്ഷനും ആരുടെയാണ്, കണ്ടക്ടിങ് പാർട്ടിന്റെയാണ്. അപ്പൊ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻസ് ആണ് ഈ 4 എണ്ണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ 4 പോയിന്റ്സ് ആണ് കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ. ഇനി അടുത്ത പാർട്ടാണ് എക്സ്ചേഞ്ചിങ് പാർട്ട്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന് 2 പാർട്ട് ഉണ്ടെന്ന് മനസ്സിലായില്ലേ, കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്തത് എക്സ്ചേഞ്ചിങ് പാർട്ട്. എക്സ്ചേഞ്ചിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്, എക്സ്ചേഞ്ച്. എവിടെ മാത്രമാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തില് എവിടെ വെച്ചാണ് ഈ പറഞ്ഞ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ആൽവിയോളൈയിൽ വെച്ചിട്ടാണ് അല്ലെ. അതാണ് അപ്പൊ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽവിയോളൈയിലാണ്. ഈ ആൽവിയോളൈയുടെ ഫംഗ്ഷൻ എന്താണ്, ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാം. It is a site of actual diffusion of oxygen and carbon dioxide between blood and atmospheric air. ബ്ലഡും അറ്റ്മോസ്ഫിയറിക് എയറും തമ്മിൽ എന്ത് ചെയ്യണേ, സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യണത്, ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏത് വഴി, സിമ്പിൾ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ വഴിയാണ് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇത് പറയാം, ആൽവിയോളൈ. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഡിഫ്യൂഷൻ വഴി ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പൊ അതാണ് എക്സ്ചേഞ്ചിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ. അപ്പൊ 2 പാർട്ട് മനസ്സിലായി, അതിന്റെ ഫംഗ്ഷൻസ് മനസ്സിലായില്ലേ, ഇത് ചോദിക്കും എക്സാമിന് കേട്ടോ. അടുത്ത നോക്കിയേ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, എപ്പോഴും കാണപ്പെടുന്ന, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും കാണപ്പെടുന്ന ഒരു ഗ്രാഫാണ്. അതായത് ചോദ്യം നോക്കിയേ, ഐഡന്റിഫൈ ദ ഗ്രാഫ്. എന്താണ് ഈ ഗ്രാഫ്, അല്ലെങ്കിൽ ഈ ഗ്രാഫിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഗ്രാഫിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ എന്ത് ആൻസർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടീച്ചർ, ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. ആ ഗ്രാഫിന്റെ പേരെന്താണ്, ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് ഈ ഗ്രാഫിന്റെ പേര്. അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ കർവ്. ഈ കർവിന്റെ നേച്ചർ, കർവിന്റെ ആകൃതി എന്താന്ന് വെച്ചാൽ എന്ത് പറയണം, ദിസ് ഈസ് എ സിഗ്മോയിഡ് കർവ് അല്ലെ. ഇതെന്താണ്, ഒരു ഇങ്ങനെ ഒരു കർവ് ആണല്ലേ, ഇങ്ങനെ വരുന്ന ഒരു കർവ്, സിഗ്മോയിഡ് കർവ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഇതിന്റെ നേച്ചർ എന്താണ്, ഈ കർവിന്റെ നേച്ചർ സിഗ്മോയിഡ് കർവ് എന്നാണ്. അടുത്തത്, റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിനെ മാറ്റാൻ പറ്റുന്ന, ഈ ഗ്രാഫിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും, ടെമ്പറേച്ചർ, പാർഷ്യൽ പ്രഷർ ഓഫ് PCO2 എന്ന് പറഞ്ഞാൽ എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, അതുപോലെ H+ അയോൺ കോൺസെൻട്രേഷൻ. ഈ 3 കാര്യങ്ങളാണ് ഈ ഗ്രാഫിലെ മാറ്റാനായിട്ട് പറ്റുന്നത്, ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സ് ആണ്. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. എന്തിനെ കുറിച്ച് പഠിക്കാനാണ്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്, ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ദ എഫക്ട് ഓഫ് PCO2, H+ അയോൺ കോൺസെൻട്രേഷൻ എക്സെട്ര ഓൺ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ആയിട്ട് കൂടിച്ചേരാനായിട്ട്, ബൈൻഡ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആളുകളുടെ എഫക്ട് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഈ പറഞ്ഞ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്ന ഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും വരുന്ന ചോദ്യം ആണ്.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലെങ്ത് കപ്പാസിറ്റി. നമുക്കറിയാം കുറെ വോളിയംസും കുറെ കപ്പാസിറ്റീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ബോക്സ് ആണ്. നമുക്ക് ആ 2 ബോക്സും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നോക്കിയേ, ഒന്നാമത്തതാണ് നമുക്ക് റെസ്പിറേറ്ററി വോളിയംസ് നോക്കാം. ഒന്നാമത്തെ എന്താണ്, ടൈഡൽ വോളിയം. നിങ്ങൾ ഷോർട്ട് ഫോമും കൂടെ പഠിച്ചു വെക്കുക. TV എന്നാണ് പറയുന്നത്. ടൈഡൽ വോളിയം എന്താണ്? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. അതായത് നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, സാധാരണ ശ്വസിക്കും അല്ലെ, പുറത്തേക്ക് കളയുന്നതും അതുപോലെ അകത്തേക്ക് എടുക്കുന്നതുമായിട്ടുള്ള എയറിന്റെ വോളിയത്തെയാണ് എന്തെന്ന് പറയുന്നത്, എന്ത് നമ്മുടെ ടോട്ടൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൽ എത്രയുണ്ടെന്ന് നോക്കിയേ, 500 ml ആണ് അതിന്റെ വോളിയം, നോർമൽ വോളിയം എന്ന് പറയുന്നത്. അടുത്തത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ഷോർട്ട് ഫോം IRV. പഠിച്ചു വെക്കാം. ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു വെക്കാം. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഫുൾ ആയിട്ട് വരില്ല. IRV അതിനെ ഡിഫൈൻ ചെയ്യാനൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ IRV എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്നാണ്. എന്താണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് നോക്കാം. അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് കൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. അതായത് നല്ല ഫോഴ്സ് ആയിട്ട് നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കണം അല്ലെ, നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഫോഴ്സ്ഫുൾ ശ്വാസം എടുക്കുമ്പോൾ ആ കയറുന്ന അഡീഷണൽ ആയിട്ട് കയറുന്ന എയറിന്റെ വോളിയത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2500 to 3000 ml മില്ലിലിറ്റർ ആയിരിക്കും ഏതെന്ന് പറഞ്ഞാൽ IRVയുടെ വോളിയം എന്ന് പറയുന്നത്. അടുത്തതാണ് ERV. ഫുൾ ഫോം എന്താണെന്ന് നോക്കിയേ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന. ആ പേരിന്ന് കിട്ടും. നമ്മൾ ഇൻസ്പിരേറ്ററി പറഞ്ഞപ്പോ എന്തായിരുന്നു, ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തെടുക്കുന്ന എയറിന്റെ വോളിയം എന്ന് പറഞ്ഞു. അപ്പൊ എക്സ്പിരേറ്ററി എന്തായിരിക്കും, ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന എയറിന്റെ വോളിയം ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ എക്സ്പിരേറ്ററി. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, നമ്മൾ മറ്റേത് കിട്ടിക്കോളും. പിന്നാലെ കിട്ടിക്കോളും. ഇൻസ്പിരേറ്ററി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തെടുക്കുന്ന എയറിന്റെ വോളിയം. എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി, നമ്മൾ ദീർഘനിശ്വാസം ഒക്കെ പറയൂലേ, ഫോഴ്സ്ഫുള്ളി പുറത്ത് കളയുന്ന എയറിന്റെ വോളിയത്തെയാണ് നമ്മൾ ERV എന്ന് പറയുന്നത്. എത്രയായിരിക്കും, 1000 to 1500 ആയിരിക്കും അതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത നോക്കിയേ, റെസിഡ്യുവൽ വോളിയം RV എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നമ്മൾ എത്രത്തോളം എക്സ്പയർ ചെയ്താൽ, നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കളഞ്ഞാലും നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വോളിയം ഓഫ് എയർ അവിടെ ഉണ്ടാവും. ആ റിമൈനിങ് ആയിട്ടുള്ള എയറിനെ നമ്മൾ എന്താണ്, റെസിഡ്യുവൽ വോളിയം. അത് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്, 1100 to 1200 മില്ലിലിറ്റർ ആയിരിക്കും എയർ അവിടെ ഉണ്ടാവും. എത്രത്തോളം ഫോഴ്സ്ഫുള്ളി നമ്മൾ എത്രത്തോളം കളയാനായിട്ട് ശ്രമിച്ചാലും ലങ്സിൽ എന്ത് ചെയ്യും, കുറച്ച് റിമൈനിങ് അവിടെ കിടക്കും, കുറച്ച് എയറിന്റെ അവിടെ വോളിയം കിടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വോളിയം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇതേപോലെ എന്ത് ചെയ്യാ, പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത നോക്കിയേ, ഡിഫൈൻ ചെയ്യാനായിട്ട് വരും. ഡിഫൈൻ ചെയ്യാനായിരിക്കും വരിക കേട്ടോ. ഇനി ഇത് തന്നിട്ട് ഡെഫിനിഷൻ തന്നിട്ട് ഏത് വോളിയാണെന്ന് എഴുതാനായിട്ട് കിട്ടൂലേ, സിമ്പിൾ ആണ്. അതങ്ങനെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അടുത്ത് നോക്കിയേ, അടുത്തതാണ് കപ്പാസിറ്റീസ്, റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് നോക്കാം നമുക്ക്. നോക്കിയേ, ഒന്നാമത്തതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി IC. അത് ആരൊക്കെ ചേർന്നാണ് നോക്കിയേ, TV plus IRV. നമ്മൾ ആ ഷോർട്ട് ഫോം പഠിക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആരൊക്കെ ചേർന്നാലാണ് അത് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആണ്, TV ടൈഡൽ വോളിയവും ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം കൂടെ ചേർന്നാൽ അതെന്തായി മാറി, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആയിട്ട് മാറി. എന്താണ് നോക്കിയേ, ഒന്നുമില്ല, അതങ്ങോട്ട് പറഞ്ഞാൽ മതില്ലേ. മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. സാധാരണ നോർമൽ ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്പയർ ചെയ്യണം, പുറത്തേക്ക് കളയാണ് നമ്മൾ വായു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എയറിനെ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എടുക്കണം. ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്താണ്, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പൊ നോർമൽ ആയിട്ടുള്ളത് TV അല്ലെ, കൂടുതൽ ഫോഴ്സ്ഫുൾ ആയിട്ട് എടുക്കണേന് നമ്മൾ എന്ത് പറയും, IRV. അത് രണ്ടും കൂടെ ചേർന്നാൽ എന്തായി, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അടുത്ത് നോക്കിയാൽ എക്സ്പിരേറ്ററി കപ്പാസിറ്റി TV പ്ലസ് IRV മാറ്റി ERV. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നോർമൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിരേഷന് ശേഷം മാക്സിമം ഓഫ് എയർ നമ്മൾ പുറത്തേക്ക് വിടും. അതാണ് എന്തെന്ന് പറഞ്ഞാല് എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഏതായിരിക്കും, TV എന്നറിയാം അല്ലെ. നോർമൽ ആയിട്ടുള്ള പുറത്തേക്ക് വിട്ടാലും അകത്തേക്ക് വിട്ടാലും നോർമൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്താണ്, TV എന്നാ വിളിക്കുക. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പുറത്തേക്ക് വിടുകയാണ്. എക്സ്പയർഡ് ആഫ്റ്റർ എ
നോർമൽ ഇൻസ്പിരേഷൻ. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈസി, അതായത് എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. അടുത്ത നോക്കിയേ, അടുത്താണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, FRC. അത് ERV പ്ലസ് RV. ERV നമുക്ക് മനസ്സിലായേ, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, വൈറ്റൽ കപ്പാസിറ്റി. ഇതേ ഈ സംഭവം പഠിച്ചു വെക്കാട്ടോ. ERV പ്ലസ് TV പ്ലസ് IRV. എന്തായിരിക്കും അത്? മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ഒന്നാമത്തെ സിറ്റുവേഷൻ ഇതായിരുന്നു, അതായത് ഒരു ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ, പുറത്തേക്ക് നല്ല ഇതിൽ എന്ത് ചെയ്ത് നമ്മൾ നല്ല ഫോഴ്സിൽ നമ്മളെ എയർ കളഞ്ഞു, അതാണ് ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. അതിന് ശേഷം എന്ത് ചെയ്യാണ്, മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ്, അതിന് നമ്മൾ എന്തെന്ന് പറയും, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് രീതി പറയാം. ഒന്നത്, അല്ലെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം മാക്സിമം എയർ പുറത്തേക്ക് കളയാൻ പറ്റുമോ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അടുത്ത നോക്കിയേ, ടോട്ടൽ ലങ് കപ്പാസിറ്റി. നമുക്കറിയാം ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം വരും അല്ലെ, എല്ലാ വോളിയംസും ചേർന്നാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഏതൊക്കെയാണ്? RV പ്ലസ് ERV പ്ലസ് TV പ്ലസ് IRV. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, VC പ്ലസ് RV എന്ന് പറയും. കാരണം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ERV പ്ലസ് TV പ്ലസ് IRV. അതിനെ നമുക്ക് VC, ഇതേ ഷോർട്ട് ഫോം ആയിട്ട് VC പ്ലസ് RV. RV കൂട്ടി ചേർക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം നമ്മുടെ ലങ്സിലുള്ള ടോട്ടൽ വോളിയം, എല്ലാത്തിന്റെയും വോളിയം, എല്ലാ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വോളിയംസും കപ്പാസിറ്റീസും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ദ ടിഷ്യൂസ് ദ കണ്ടീഷൻ ആർ ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ട് കേട്ടോ, ഹീമോഗ്ലോബിൻ. റൈറ്റ് എനി 4 favorable conditions in the tissues for the dissociation of oxygen from oxyhemoglobin. നമുക്കറിയാം ലങ്സിന്ന് ഈ പറഞ്ഞ ആൽവിയോളയിൽ നിന്ന് ഓക്സിജനെ ബ്ലഡ് സ്വീകരിച്ച് ബ്ലഡ് എങ്ങനെയാണ് ആരായിട്ടാണ് കൊണ്ടുപോകുന്നത്, ഹീമോഗ്ലോബിൻ ആണല്ലേ. ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജൻ എന്തായിട്ട് മാറുന്നത്, ഹീമോഗ്ലോബിൻ ഓക്സിജനും കൂടി ചേർന്നാൽ എന്തായി, ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഈ ഓക്സി ഹീമോഗ്ലോബിൻ എവിടെ ചെല്ലും, ടിഷ്യൂസിലേക്ക് ചെല്ലും. ഈ ടിഷ്യൂസിൽ എത്തുമ്പോൾ ഈ ഓക്സിജനെ ഹീമോഗ്ലോബിൻ വിട്ടുകൊടുക്കണം, വേണ്ടേ. ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ഇരിക്കുന്ന ആളെ ഓക്സിജൻ അത് ഡിസോസിയേറ്റ് ചെയ്ത് വേർപ്പെടുത്തിയിട്ട് ഓക്സിജനെ ടിഷ്യൂസിലേക്ക് എന്ത് ചെയ്യണം, കൈമാറണം. അപ്പൊ അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനായി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചോദ്യം. എന്തൊക്കെ നോക്കിയേ, ടിഷ്യൂസിലെ എന്തൊക്കെ ആയിരിക്കാം, ലോ PO2, അതായത് ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതേപോലെ ഹൈ H+ കോൺസെൻട്രേഷൻ, ഹയർ ടെമ്പറേച്ചർ. നിങ്ങൾ ഈ പോയിന്റ് അതേപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അതായത് ടിഷ്യൂസിൽ ഓക്സിജൻ വിട്ടുകൊടുക്കണമെങ്കിൽ, ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്സിജന്റെ അളവ് കുറച്ച് മതി അല്ലേ, പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ കുറവ് മതി. പക്ഷെ ആരുടെ പ്രഷർ കൂടണം, കാർബൺ ഡൈ ഓക്സൈഡ്. എങ്കിലേ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്സിജൻ അവിടെ വിട്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ H+ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കണം, ടെമ്പറേച്ചറും കൂടുതലായിരിക്കണം. ദീസ് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ നിന്ന് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്ത് വിട്ടുമാറണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. എവിടെ, ടിഷ്യൂസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് നോക്കിയേ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആവാനായിട്ട്, അതായത് ആൽവിയോളയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ടാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ ആയിട്ട് കൂടിച്ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽവിയോളയിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം വേണ്ടത് നോക്കി, നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണം പഠിച്ചാൽ മതി, നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഹൈ PO2, അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കണം. അതേപോലെ ലോ PCO2, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പാർഷ്യൽ പ്രഷർ എന്ത് മതി, കുറവ് മതി. അതേപോലെ ലെസ് H+ കോൺസെൻട്രേഷൻ, കുറവ് മതി. ലോ ടെമ്പറേച്ചറും കുറവ് മതി. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് ഓക്സി ഹീമോഗ്ലോബിൻ ആവാനായിട്ട് വേണ്ടത്. മറ്റേത് എന്താ പറഞ്ഞത് നമ്മള്, ഓക്സി മറ്റേ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ആവണം, എവിടെ വെച്ചിട്ട്, ടിഷ്യൂസിൽ വെച്ചിട്ട്. അപ്പൊ ഇത് രണ്ട് കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. നമുക്ക് ഒരു കണ്ടീഷൻ പഠിച്ചാൽ മതി, മറ്റോടത്ത് അതിന്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ആൽവിയോളയിലുള്ള കണ്ടീഷൻസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ടിഷ്യൂസിലുള്ള കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. ഇത് ഓക്സി ഹീമോഗ്ലോബിൻ ആവാനും, ടിഷ്യൂസിലാണെങ്കിൽ എന്തായിരിക്കും, ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാർബമിനോ ഹീമോഗ്ലോബിൻ ആവാൻ.
അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. ഇവിടെ എന്താണ് ഓക്സിജൻ ഡിസോസിയേറ്റ് എന്നല്ലേ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് കാർബമിനോ ഹീമോഗ്ലോബിൻ അങ്ങനെയും പറയാം. അങ്ങനെയും ചോദിച്ചാൽ എന്ത് പറയാം, ഈ പറഞ്ഞ കണ്ടീഷൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് ഡിസോസിയേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഏതൊക്കെ കണ്ടീഷൻസ് വേണമെന്ന് വെച്ചാൽ ഈ ടിഷ്യൂസിൽ ഉള്ള ഈ കണ്ടീഷൻസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതാണ് സിമ്പിൾ ആണ് കേട്ടോ. ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് മറ്റേത് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിയേ, ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ആൽവിയോളൈ അതായത് എക്സ്ചേഞ്ചിങ് പാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് ലേബൽ ദ ലേയേഴ്സ് എ ബി ആൻഡ് സി. എ ബി ആൻഡ് സി. എ ഏതാണ്, നമ്മുടെ ആൽവിയോളൈ ആണല്ലേ, ആൽവിയോളൈയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബി എന്താണ്, ആൽവിയോളൈന്റെ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിന്റെ ഇടയിലുള്ള ഭാഗമാണ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം, ബേസ്മെന്റ് മെറ്റീരിയൽ എന്ന് പറയാം അല്ലെ. ഇതെന്താണ്, ഇതാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറിയുടെ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ്, എ എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈസ്, ബേസ്മെന്റ് സബ്സ്റ്റൻസ് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. എക്സ്ചേഞ്ചിങ് പാർട്ടിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ 3 ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. വിത്ത് പിക്ചർ, പടം നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അടുത്തത് നെയിം ദ ഫിസിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഫിസിക്കൽ പ്രോസസ് ഏതാന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്ത് വഴിയാണ്, സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. അതായത് കൂടുതലും ഉള്ളിടത്ത് എന്ത് ചെയ്യാം, പുറകോട്ടേക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഡിഫ്യൂസ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ് ആണ്. അടുത്ത നോക്കിയേ, മെൻഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ ദിസ് പ്രോസസ്. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കുക, പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രേഡിയന്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ അല്ലെ. പ്രഷർ നോക്കും, പ്രഷർ കൂടി കുറഞ്ഞോടത്തേക്കല്ലേ ഡിഫ്യൂഷൻ വരിക, ഡിഫ്യൂഷൻ സംഭവിക്കുള്ളൂ. അടുത്ത സോലിബിലിറ്റി ഓഫ് ഗ്യാസസിന്റെ സോലിബിലിറ്റി, പിന്നെന്താണ് തിക്നെസ് ഓഫ് മെംബ്രെയിൻസിന്റെ തിക്നെസ്, സർഫസ് ഏരിയ ഓഫ് ലങ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ സഹായിക്കണം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അപേക്ഷിച്ചാണ് എന്ത് നടക്കുന്നത്, ഡിഫ്യൂഷൻ നടക്കുന്നത്. ഞാൻ അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച്. തിക്നെസ്സും അതായത് ആ മെംബ്രെയിന്റെ തിക്നെസ്സും ഡിഫ്യൂഷൻ ഗ്യാസ് എക്സ്ചേഞ്ചും തമ്മിൽ എന്താണ് ബന്ധം, അവർ തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാല്, ആസ് ദ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഡിക്രീസസ്, ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് കുറഞ്ഞാല് അല്ലെ, കുറയും തോറും എന്ത് കൂടും, ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻക്രീസ് ചെയ്യും അല്ലെ. തിക്നെസ് അത്രയും കനം കുറഞ്ഞാല് വേഗം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷന്റെ അളവ് അങ്ങോട്ട് കൂടും. തിക്നെസ് കൂടിക്കഴിഞ്ഞാല് ഡിഫ്യൂഷന് പറ്റുമോ, ഇല്ല. ഓക്കെ, അതാണ് അവർ തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഡിക്രീസസ്, തിക്നെസ് കുറയുന്നതനുസരിച്ച് ഡിഫ്യൂഷൻ എന്ത് ചെയ്യും, കൂടും, ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മള് ഓക്സിജൻ ട്രാൻസ്പോർട്ടും കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടും ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും, അതിന്റെ പെർസെന്റേജ് അത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി അങ്ങോട്ട് ട്രാൻസ്പോർട്ട്, ഓക്സിജൻ 2 രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. ബ്ലഡിൽ പ്ലാസ്മയിൽ ലയിച്ചിട്ട് എത്ര പെർസെന്റേജ്, 3% ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്മയിൽ ലയിച്ചിട്ട് ഓക്സിജൻ പോകുന്നത്. അടുത്ത നോക്കിയാൽ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണ എത്ര ശതമാനമാണ്, 97%. അടുത്തത് കാർബൺ ഡയോക്സൈഡ് 3 രീതിയിലാണ് പോകുന്നത്. ഒന്ന് കാർബോണിക് ആസിഡ് ആയിട്ടും പിന്നെ കാർബമിനോ ഹീമോഗ്ലോബിൻ ആസ് ബൈകാർബണേറ്റ്സ്, അങ്ങനെ 3 രീതിയിൽ. കാർബോണിക് ആസിഡ്, പിന്നെ എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ, ബൈകാർബണേറ്റ്. അതിൽ കാർബോണിക് ആസിഡ് ആണ് എത്ര ശതമാനം, 7%. അതേപോലെ കാർബമിനോ ഹീമോഗ്ലോബിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയതേ 20 തൊട്ട് 25 പറയാം കേട്ടോ. 20 തൊട്ട് 25 വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതെന്താണ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ 70% എന്തിന്റെ രൂപത്തിലാണ്, ബൈകാർബണേറ്റിന്റെ രൂപത്തിലാണ്. ഓക്കെ, ഇതാണ് ട്രാൻസ്പോർട്ട്. ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഫ്ലോ ചാർട്ട് എന്തായാലും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് നോർമൽ റെസ്പിറേറ്ററി റേറ്റ്. സാധാരണ ഒരു വ്യക്തിയുടെ നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി റേറ്റ് എത്രയാണ്, മിനിറ്റില് 12 അല്ലെങ്കിൽ 16 ടൈംസ്. 12ന്റെയും 16ന്റെയും ഇടയിലായിരിക്കും ഒരു സാധാരണ ഒരു ശരാശരി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ് ആവറേജ് ആയിട്ട് നടക്കുന്ന ഒരു റെസ്പിറേഷന്റെ റേറ്റ് എന്ന് ചോദിച്ചാല്. അടുത്തത് നെയിം ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വോളിയം ഓഫ് എയർ. എയറിന്റെ വോളിയം അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണത്തിന്റെ പേരാണ് സ്പൈറോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ റെസ്പൈറോമീറ്റർ എന്ന് പറയും. സ്പൈറോമീറ്റർ അത് പഠിച്ചാൽ മതി. അടുത്തത് മെൻഷൻ ഇറ്റ്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യൂസ് ടു ഡയഗ്നോസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നമുക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ചാൽ അറിയാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ,
നെയിം ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫോളോയിങ് റിയാക്ഷൻസ്. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ സഹായിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തായി മാറുകയാണ്? അതായത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അത് പിന്നീട് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അതിനെ സഹായിക്കുന്ന എൻസൈം ഏതാണ്? കാർബോണിക് എൻഹൈഡ്രേസ് അല്ലെ? ഏതാണ്? കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ആണ് എന്തിനെ സഹായിക്കുന്നത്? ഈ പറഞ്ഞ റിയാക്ഷനിൽ നടത്താൻ, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മളോട് അത് മാത്രം ചോദിച്ചിട്ടുള്ളൂ. കണ്ട, എൻസൈമിന്റെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻസൈമിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നെയിം ദ ഡിഫറെന്റ് റെസ്പിറേറ്ററി സെന്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ബ്രെയിൻ. ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള റെസ്പിറേറ്ററി സെന്റേഴ്സ് എക്സ്പ്ലെയിൻ ദെയർ റോൾസ് മെയിൻറ്റെയിനിങ് എ മോഡറേറ്റ് റെസ്പിറേറ്ററി റേറ്റ്. അവരുടെ ഫംഗ്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 3 ആളുകളാണ് അവിടെ ഉള്ളത്. നമ്മുടെ ബ്രെയിനിലെ റെസ്പിറേഷൻ സഹായിക്കാനായിട്ട് സെന്റേഴ്സ് 3 സെന്റേഴ്സ് ഉണ്ട്. ഒന്നാമത്താണ് റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പറയും. റെസ്പിറേറ്ററി റിതം സെന്റർ ഇൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇറ്റ് റെഗുലേറ്റ്സ് റെസ്പിറേറ്ററി റിതംസ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മെഡുല്ലയിലാണ് അല്ലെ? മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ കാണപ്പെടുന്ന സെന്റർ ആണ് ഇത്, റെസ്പിറേറ്ററി റിതം സെന്റർ. അത് നമ്മുടെ റിതംസിനെ, താളക്രമത്തിനെ, റെസ്പിറേഷന്റെ താളക്രമം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ എവിടെയാണ്? ഇൻ പോൺസ്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഒക്കെ മുകൾ ഭാഗത്തുള്ള ഏതാണ്? പോൺസ്. നമുക്ക് പിക്ചർ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് മെഡുല്ല, ഇതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടു മുകളിലായിട്ടുള്ള ഭാഗമാണ് ഇത് പോൺസ് എന്ന് പറഞ്ഞാല്. അപ്പൊ പോൺസിലാണ് ഈ പറഞ്ഞ ന്യൂമോടാക്സിക് സെന്റർ കാണപ്പെടുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് മോഡറേറ്റ്സ് ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി റിതം സെന്റർ. റിതം സെന്റർ, ഇതാണ് റിതം സെന്റർ. ഈ റിതം സെന്ററിന്റെ പ്രവർത്തനം മോഡറേറ്റ്, അതിന്റെ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ, അതിനെ മോഡറേറ്റ് ചെയ്യുന്നതാണ് ആര്? ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത്. ഇമ്പൾസ് ഫ്രം ദിസ് സെന്റർ റെഡ്യൂസസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് thereby alter റെസ്പിറേറ്ററി റേറ്റ്. ഇവർ എന്ത് ചെയ്യും? ഇവിടുന്ന് വരുന്ന ഇമ്പൾസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ അല്ലെ? ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്തിട്ട് റെസ്പിറേറ്ററി റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് വരുത്തുന്നു. അതിനെ സഹായിക്കുന്നതാണ് ആര്? ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറഞ്ഞാൽ. അടുത്ത സെന്റർ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയും. അത് സീൻ അഡ്ജസെന്റ് ടു ദ റിതം സെന്റർ. നമ്മളെ റിതം സെന്ററിന്റെ അഡ്ജസെന്റ്, തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. ഇവിടേക്ക് നോക്കിയേ, റിതം സെന്റർ, ന്യൂമോടാക്സിക് ഏരിയ, ന്യൂമോടാക്സിക് ഏരിയ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിതം സെന്റേഴ്സ് പറയുന്നുണ്ട് അല്ലെ? ഇതില് കാണിക്കുന്നില്ല അല്ലെ? ആ ഭാഗം നോക്ക്. അപ്പൊ ന്യൂമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റിതം സെന്ററിന്റെ അടുത്തായിട്ട്, അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തായിട്ട് കാണപ്പെടുന്ന ഏരിയയാണ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എച്ച് ആക്ടിവേറ്റ്. എച്ച് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അയോൺസിന്റെ ആക്ടിവേറ്റ് ദി സെന്റർ വിച്ച് സിഗ്നൽസ് റിതം സെന്റർ. ഇവർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും H+ന്റെയും കോൺസെൻട്രേഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇവരെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടിയാല് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെന്ത് ചെയ്യും? ഇമ്പൾസ്, സിഗ്നൽസ് കൊടുക്കും. റിതം സെന്ററിന് സിഗ്നൽ കൊടുക്കും. കോൺസെൻട്രേഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അത് റേറ്റ് മറ്റേ റെസ്പിറേഷന്റെ റിതം കൺട്രോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവരൊരു മെസ്സേജ് കൊടുക്കും. അതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അപ്പൊ 3 ഭാഗങ്ങളാണ് ബ്രെയിനിലുള്ളത്. ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി റിതം സെന്റർ, ന്യൂമോടാക്സിക് സെന്റർ, കീമോ സെൻസിറ്റീവ് ഏരിയ. 3 ഭാഗങ്ങളും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അതേപോലെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ ഈ പിക്ചേഴ്സ് ജസ്റ്റ് നോക്കിയാൽ മതി. റെസ്പിറേറ്ററി സെന്റേഴ്സിൽ റെസ്പിറേറ്ററി റിതം സെന്റർ, ന്യൂമോടാക്സിക് സെന്റർ, കീമോ സെൻസിറ്റീവ് ഏരിയ. ഈ പിക്ചേഴ്സ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. നിങ്ങൾ ഈ 3 ഏരിയാസും അതിന്റെ ഫങ്ഷൻസും മാത്രം എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അടുത്ത നോക്കിയേ, ആസ്മ ആൻഡ് എംഫിസീമ. ആസ്മയും എംഫിസീമയും എന്താണ്? ആ പേരിൽ തന്നെ കിട്ടുക. നമുക്ക് എന്താണ്? ഡിസോർഡേഴ്സ് അറിയാം അല്ലെ? നമ്മുടെ ലങ്സിന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വരുന്ന അസുഖങ്ങളാണ് ഏതൊക്കെ? ആസ്മയും എംഫിസീമ എന്ന് പറയുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. അവരുടെ കാരണങ്ങളും സിംറ്റംസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്മ എന്താണ്? ആസ്മ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണല്ലേ? കോസ് വീസിംഗ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ്. നമ്മുടെ ബ്രോങ്കസും ബ്രോങ്ക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലമേഷൻ വന്ന് വീങ്ങുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞാൽ ആസ്മ. അപ്പൊ ശ്വാസം എടുക്കാനായിട്ട് നമുക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും അല്ലെ?
അടുത്തതാണ് എംഫിസീമ. എംഫിസീമ എന്ന് പറഞ്ഞാൽ ഡാമേജ് ടു ആൽവിയോളൈർ വാൾസ്, ആൽവിയോളൈന്റെ ഭിത്തികൾ അല്ലെ അതിന് ഡാമേജ് സംഭവിക്കുന്നതാണ്. മേജർ കോസ് എന്തായിരിക്കും? സിഗരറ്റ് സ്മോക്കിംഗ് മൂലമാണ് ഈ പറഞ്ഞ എന്ത് വരുന്നത്? എംഫിസീമ വരുന്നത്. നോക്കിയേ, ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഡിസോർഡേഴ്സും അതിന്റെ കാരണങ്ങളും സിംറ്റംസുമാണ്. ആസ്മ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ബ്രോങ്കസും ബ്രോങ്ക്യൂൾസിന്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടാകുന്നതാണ്. അതെന്ത് ചെയ്യും? സിംറ്റംസ് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് പറ്റില്ല, ശ്വാസം മുട്ടൊക്കെ വരില്ല നമുക്ക്, അതിനാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത് അല്ലെ, ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അടുത്ത നോക്കിയേ, എംഫിസീമ. എംഫിസീമയ്ക്ക് കാരണക്കാരൻ ആരാണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. കൂടുതലും എംഫിസീമ വരാൻ കാരണം എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് മൂലമാണ്. ആൽവിയോളർ വാൾസ് എന്ത് ചെയ്യും? പൊട്ടും, ഡാമേജ് ആവും. ഡ്യൂ ടു റെസ്പിറേറ്ററി സർഫസ് ഇസ് ഡിക്രീസ്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ റെസ്പിറേഷൻ ചെയ്യാനുള്ള സർഫസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അടുത്തത് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ഒക്യുപ്പേഷണൽ നമ്മള് അതായത് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങളാണ്. അതായത് എക്സ്പോഷർ ടു ഹാർംഫുൾ സബ്സ്റ്റൻസ് ലൈക് ഗ്യാസ്, ഫ്യൂംസ്, ഡസ്റ്റ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ് വേർ എ പേഴ്സൺ വർക്ക്സ്. ഒരാള് ജോലി സ്ഥലത്ത് കൂടുതലായിട്ട് അയാൾ എന്ത് ചെയ്യുന്നത്? ഡസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് അയാൾ ശ്വസിക്കേണ്ട ഇടവരികയാണെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന അസുഖമാണ് എന്ത്? ഒക്യുപ്പേഷണൽ. അതായത് ആ ജോലി സംബന്ധമായിട്ട് അദ്ദേഹത്തിന് വരുന്ന രോഗങ്ങള്. ഫൈബ്രോസിസ് ഓഫ് ലങ്സ്, എന്തൊക്കെ സംഭവിക്കും? ലങ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈബ്രസ് ടിഷ്യൂസ് അല്ലെ, ക്യാൻസർ ടിഷ്യൂസ് വരും. അതുപോലെ ലങ് ഡാമേജ്, സീരിയസ് ആയിട്ടുള്ള ലങ് ഡാമേജസ് ഒക്കെ വരും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ഈ പാഠം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്. അതായത് നമ്മൾ പാഠം കഴിഞ്ഞു. ചെറിയൊരു പാഠമാണ്, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇത്രയും ക്വസ്റ്റ്യൻസേ അവിടെ വരുള്ളൂ. അതായത് ഇത്രയും ടോപ്പിക് ഉള്ളൂ അതിൽ പഠിക്കാനായിട്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? എന്റെ മക്കൾ പഠിക്കുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, വെറുതെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രം പഠിച്ചു വെക്കരുത്, അതിന്റെ ടോപ്പിക്കും കൂടെ പഠിക്കുക. നമുക്ക് ആ ടോപ്പിക് അറിഞ്ഞു വെച്ചാല് അവിടെ നിന്ന് ഇനി വേറെ രീതിയിൽ, ഇപ്പൊ ഈ ഒരു രീതി തന്നെ എക്സാമിന് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ലല്ലോ. ആ ടോപ്പിക്കിൽ നിന്ന് വേറെ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും? ആ ടോപ്പിക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാടമല്ല, നമുക്ക് മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക? വീഡിയോ കണ്ട് ക്വസ്റ്റ്യനും ആൻസറും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.